നിങ്ങൾ അയച്ചു തന്ന ഈ കണക്കുകൾ കാണുമ്പോൾ ശരിക്കൊരു ഞെട്ടലാണ് തോന്നുന്നത്. ലോകത്തിലെ ഏകദേശം 1/3 ആളുകൾ, അതായത് 32% പേർ ഏതെങ്കിലും തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ സംഖ്യയല്ലല്ലോ. അല്ല. പകർച്ചവ്യാധികൾ, പിന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധികൾ, കാലാവസ്ഥാ മാറ്റങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്ന് നമ്മൾ ഒരു ആശങ്കയുടെ യുഗത്തിൽ, ഒരു ഏജ് ഓഫ് ആൻസൈറ്റിയിലാണ് ജീവിക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട്. അതെ, കേൾക്കുമ്പോൾ ചിലപ്പോ ഒരു അതിശയോക്തിയായി തോന്നാം. പക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഇതിലൊരു സത്യമില്ലേ? തീർച്ചയായും ഉണ്ട്. നിങ്ങൾ അയച്ച ലേഖനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അതാണ്. ഈ ആശങ്ക, അതായത് ഈ അസ്വസ്ഥത, അതൊരു താൽക്കാലിക പ്രതിഭാസമല്ല, മറിച്ച് നമ്മുടെ ഈ ആധുനിക ജീവിത രീതിയുടെ ഒരു അടിസ്ഥാന സ്വഭാവമായി, ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഫീച്ചറായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രയോഗം വളരെ ശരിയാണ്. ഒരു സ്ഥിരം സഹയാത്രിക എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നമുക്ക് ഈ ആശങ്കയുടെ കാരണങ്ങൾ ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. തീർച്ചയായും. നിങ്ങൾ നൽകിയ ഈ രേഖകളുടെ സഹായത്തോടെ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്, പിന്നെ ഈ ഹസിൽ കൾച്ചർ, ഡിജിറ്റൽ ഏകാന്തത പോലുള്ള പുതിയ കാലത്തിന്റെ സമ്മർദ്ദങ്ങൾ, അതൊക്കെ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് സംസാരിക്കാം. ശരിയാണ്. പോരാത്തതിന് സോളസ്റ്റാൽഗിയ പോലുള്ള പുതിയ വാക്കുകൾ വരെ വരുന്നുണ്ട്. ഈ പുതിയ വികാരങ്ങളെ വിവരിക്കാൻ അതെല്ലാം നമുക്കൊന്ന് വിശദമായി നോക്കാം. ഈ ആശങ്കയുടെ യുഗത്തെ പറ്റി പറയുമ്പോ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു വാക്ക് ഹസിൽ കൾച്ചറാണ്. റൈസ് ആൻഡ് ഗ്രൈൻഡ്, നോ ഡേയ്സ് ഓഫ്, ഈ മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്നതല്ലേ? അതെ, സ്ലീപ്പ് ഈസ് ഫോർ ദ വീക്ക് എന്നൊക്കെ വരെ കേട്ടിട്ടുണ്ട്. കറക്റ്റ്. 24 മണിക്കൂറും ഓട്ടമാണ്. എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കണം. വിശ്രമിക്കുന്നത് എന്തോ ഒരു വലിയ തെറ്റാണെന്നുള്ളൊരു തോന്നല്. നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമാണ്. കാരണം ഈ ഹസൽ കൾച്ചർ നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ മൂല്യത്തെയും നമ്മൾ ചെയ്യുന്ന ജോലിയുമായി മാത്രം കൂട്ടിക്കെട്ടുകയാണ്. അതെ. നിങ്ങൾ എത്രത്തോളം തിരക്കിലാണോ അത്രത്തോളം നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആളാണെന്നൊരു മിഥ്യാധാരണ അതുണ്ടാക്കുന്നു. ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമല്ലോ. വലുതാണ്. ലോകാരോഗ്യ സംഘടന ഇതിനെ ബേൺ ഔട്ട് എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. പക്ഷെ ബേൺ ഔട്ടിന്റെ ഏറ്റവും വലിയ അപകടം ശാരീരികമായ ക്ഷീണം മാത്രമല്ല. പിന്നെ എന്താണ്? അത് നമ്മുടെ ചിന്തയെ തന്നെ മാറ്റുന്നു. നിങ്ങൾ നൽകിയ ഒരു ലേഖനത്തിൽ പറയുന്നത് പോലെ, ഞാൻ ആവശ്യത്തിന് ജോലി ചെയ്യുന്നില്ല എന്നൊരു കുറ്റബോധം നമ്മളിൽ ഉണ്ടാക്കുന്നു. അതെ, വിശ്രമം പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മുടെ മൂല്യം നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെന്ന് നമ്മളെ കൊണ്ട് തന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു കെണിയാണിത്. അത് വളരെ ശരിയാണ്. ഒരു ദിവസം ലീവ് എടുത്താൽ പോലും എന്തോ വലിയ നഷ്ടം സംഭവിച്ച പോലെ ഒരു കുറ്റബോധം തോന്നുന്നതിനെ കുറിച്ച് സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അത് സാധാരണയായിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു പഠനം പറയുന്നത് 25-നും 34-നും ഇടയിൽ പ്രായമുള്ള പ്രവാസികളായ ചെറുപ്പക്കാരിൽ 40% പേർക്ക് തൊഴിൽപരമായ സമ്മർദ്ദം ഒരു പ്രധാന പ്രശ്നമാണ്. 40%? അതൊരു വലിയ കണക്കാണ്. അതെ. 38% പേർക്കാകട്ടെ ജോലിയും വ്യക്തി ജീവിതവും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്താനേ കഴിയുന്നില്ല. അപ്പോ ഈ ജോലിയിലെ സമ്മർദ്ദത്തിൽ നിന്നൊരു മോചനം തേടിയാണ് നമ്മൾ പലപ്പോഴും ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് മറ്റൊരു തരം സമ്മർദ്ദമാണ്, അല്ലെ? കൃത്യമാണ്. അവിടെയാണ് ഡിജിറ്റൽ ഏകാന്തത എന്ന പ്രതിഭാസം വരുന്നത്. ഇതൊരു വലിയ വിരോധാഭാസമാണ്. അതെങ്ങനെയാണ്? ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകളുമായും നമുക്ക് സംസാരിക്കാം, അല്ലെ? ശരിയാണ്. എന്നിട്ടും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇതിന്റെ പ്രധാന കാരണം നിങ്ങൾ അയച്ച റിപ്പോർട്ടുകളിൽ പറയുന്ന കമ്പാരിസൺ ട്രാപ്പ്, അതായത് താരതമ്യത്തിന്റെ കെണിയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രം, അവരുടെ യാത്രകൾ, ആഘോഷങ്ങൾ, നേട്ടങ്ങൾ എല്ലാം ഫിൽട്ടർ ചെയ്ത് ഭംഗിയാക്കിയത് കണ്ട് നമ്മൾ നമ്മുടെ സാധാരണ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നു. അതെ, അവരുടെ ഹൈലൈറ്റ് റീലുമായി നമ്മുടെ ജീവിതത്തിന്റെ ബിഹൈൻഡ് ദ സീൻസ് താരതമ്യം ചെയ്യുന്നത് പോലെയാണത്. അത് നമ്മുടെ ആത്മവിശ്വാസത്തെ എത്രമാത്രം ബാധിക്കുമെന്ന് ഊഹിക്കാമല്ലോ. തീർച്ചയായും. യഥാർത്ഥവും ആഴത്തിലുള്ളതുമായ മനുഷ്യബന്ധങ്ങൾക്ക് പകരം ലൈക്കുകളും കമന്റുകളും ഷെയറുകളും, ആ ഉപരിപ്ലവമായ അംഗീകാരങ്ങൾ വരുമ്പോൾ അവിടെ ഒരു വൈകാരികമായ ശൂന്യത രൂപപ്പെടുന്നു. ഇതിന്റെ ഗൗരവം എത്രത്തോളമുണ്ട്? US സർജൻ ജനറലിന്റെ ഒരു കണ്ടെത്തൽ പ്രകാരം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏകാന്തത നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ്. അത്രയ്ക്ക് മാരകമാണോ? അതെ, അത്രയ്ക്ക് മാരകമാണ് അതിന്റെ പ്രത്യാഘാതം. ഈ പുതിയ ലോകത്ത് നമുക്ക് അനുഭവപ്പെടുന്ന വികാരങ്ങളെ വിവരിക്കാൻ പുതിയ വാക്കുകൾ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നത് അതെന്നെ വളരെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. ശരിയാണ്, ഭാഷ പോലും മാറുന്നു. അതിലൊന്നാണ് ഡൂം സ്ക്രോളിംഗ്.
മോശം വാർത്തയാണെന്നറിഞ്ഞിട്ടും ദുരന്ത വാർത്തകളും സംഘർഷണങ്ങളുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ നിർത്താതെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന ആ ശീലം നമ്മളിൽ പലർക്കും അത് അനുഭവമുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ സ്വയം വേദനിപ്പിക്കുന്ന ഈ ഒരു കാര്യം ചെയ്യുന്നത്? ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയമാണ്. ഒരു പരിധിവരെ അതും ശരിയാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് ഒരു അതിജീവന തന്ത്രം കൂടിയാണല്ലോ. എന്നാൽ ഡിജിറ്റൽ ലോകത്ത് ഈ വിവരങ്ങൾ അതിരുകളില്ലാതെ നമ്മുടെ മേൽ വർഷിക്കുമ്പോൾ അതൊരു ഭാരമായി മാറുന്നു. അതെ, നിങ്ങൾ അയച്ച ഒരു പഠനത്തില് ഇന്ത്യൻ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയൊരു സർവേയില് ഡൂം സ്ക്രോളിംഗും സൈക്കോളജിക്കൽ ഫെറ്റീഗും തമ്മിൽ നേരിട്ടുള്ള ബന്ധം കണ്ടെത്തിയിട്ടുണ്ട്. സൈക്കോളജിക്കൽ ഫെറ്റീഗ് എന്നുവെച്ചാൽ മാനസികമായ ക്ഷീണവും വൈകാരികമായ തളർച്ചയുമാണ്. പ്രത്യേകിച്ച് രാത്രി നേരങ്ങളിൽ നമ്മൾ ഡൂം സ്ക്രോൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉറക്കത്തെയും മാനസിക സമാധാനത്തെയും കാര്യമായി ബാധിക്കുന്നു. തലച്ചോറ് എപ്പോഴും ഒരു അപകട സാധ്യതാ മോഡിൽ പ്രവർത്തിക്കുന്നത് പോലെയാണത്. ഈ സോളസ്റ്റാൾജിയ എന്ന വാക്ക് കേട്ടപ്പോ എനിക്ക് കൂടുതൽ കൗതുകം തോന്നി. സോളസ്റ്റാൾജിയ. കാരണം നമ്മൾ എപ്പോഴും നാട് വിട്ടു പോകുമ്പോഴുള്ള ഗൃഹപുരത്വത്തെ കുറിച്ചാണ് സംസാരിക്കാറ്. പക്ഷേ സ്വന്തം നാട്ടിലിരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ പുഴ വറ്റി വരളുന്നത് കാണുമ്പോഴും, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് കളിച്ച മൈതാനത്ത് ഒരു ഫ്ലാറ്റ് സമുച്ചയം വരുന്നത് കാണുമ്പോഴും, അതെ, അപ്പോഴൊരു തരം നഷ്ടബോധം തോന്നാറില്ലേ? ആ വികാരത്തിന് ഒരു പേരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. വീട്ടിലിരിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന ഗൃഹാതുരത്വം, ഹോം സിക്നസ് when you are still at home. വിശദീകരണം വളരെ ശക്തമാണ്. അതെ, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മുടെ തൊട്ടുമുന്നിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന നിസ്സഹായതയും വേദനയുമാണത്. ഈ ആശയങ്ങളെയെല്ലാം ഒരുമിച്ച് നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ലിമിനൽ സ്പേസ് എന്ന ആശയം. ലിമിനൽ സ്പേസ് ലത്തീൻ ഭാഷയിൽ ലിമൻ എന്നാൽ വാതിൽപ്പടി എന്നാണ് അർത്ഥം. അതായത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റത്തിന്റെ ഇടയിലുള്ള അനിശ്ചിതമായ ഒരിടം, ഒന്നിന്റെ അവസാനവും മറ്റൊന്നിന്റെ തുടക്കവുമല്ലാത്ത ഒരു ട്രാൻസിഷൻ സോൺ. കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ അത്തരമൊരു ലിമിനൽ സ്പേസിൽ എത്തിച്ചു എന്ന് പറയാമല്ലേ? പറയാം, തീർച്ചയായും. പഴയ ജീവിതം അവസാനിച്ചു, പുതിയത് എങ്ങനെ ആയിരിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. കൃത്യമായി. നിങ്ങൾ നൽകിയ ഒരു രേഖയിലെ ഉപമ ഇവിടെ വളരെ പ്രസക്തമാണ്. ഇന്നത്തെ ലോകം ഒരു ട്രപ്പീസ് കളിയിലെ കലാകാരനെ പോലെയാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ചാടി അടുത്തതിൽ പിടിക്കുന്നതിന് മുൻപുള്ള വായുവിലെ ആ നിമിഷം. ശരിയാണ്. എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്കറിയാം, പക്ഷെ എവിടെയാണ് എത്തുക എന്നോ അടുത്ത പിടി കിട്ടുമോ എന്നോ ഉറപ്പില്ല. ആ അനിശ്ചിതത്വവും ഭയവും ഇടകലർന്ന മാനസികാവസ്ഥയാണ് ഇന്ന് പലരും അനുഭവിക്കുന്നത്. അപ്പോ ഈ അനിശ്ചിതാവസ്ഥയെ സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. അതെ, ഒരു വശത്ത് നമ്മുടെ ജോലികൾ ചെയ്യാൻ റോബോട്ടുകളും ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളും വരുമ്പോൾ മനുഷ്യനിനി എന്ത് പ്രസക്തി എന്നൊരു അസ്തിത്വപരമായ ഉത്കണ്ഠ പലരിലും ഉണ്ടാകുന്നുണ്ട്. ശരിയാണ്. എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റി, നമ്മുടെ കഴിവുകൾക്കിനി വിലയുണ്ടാകുമോ എന്ന ഭയം. എന്നാൽ അതിനൊരു മറുവശം കൂടിയുണ്ട്. അതെന്താണ്? ഇതേ സാങ്കേതിക വിദ്യ തന്നെ മാനസികാരോഗ്യത്തിന് ഒരു വലിയ സഹായവുമാകുന്നുണ്ട് എന്നതാണ് രസകരമായ കാര്യം. ഉദാഹരണത്തിന്, നമ്മുടെ മാനസികാവസ്ഥയനുസരിച്ച് വ്യക്തിഗതമായ നിർദ്ദേശങ്ങൾ നൽകുന്ന AI പവേർഡ് മെഡിറ്റേഷൻ ഗൈഡുകൾ ഇന്ന് ലഭ്യമാണ്. ഒരു മനുഷ്യനോട് സംസാരിക്കാനുള്ള മടിയോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് ഇതൊരു അനുഗ്രഹമാണ്. അത് ശരിയാണ്. നിങ്ങൾ അയച്ച റിപ്പോർട്ട് പ്രകാരം 18-നും 34-നും ഇടയിൽ പ്രായമുള്ള 66% പേർ AI വെർച്വൽ തെറാപ്പിസ്റ്റുകളെ ഉപയോഗിക്കാൻ താൽപര്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇതിനകം ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. അതൊരു നല്ല വശമാണ്. പക്ഷേ വിവരങ്ങളുടെ കാര്യത്തിൽ ഈ സാങ്കേതിക വിദ്യ ഒരു അപകടകാരിയുമാകാം. എങ്ങനെ? ജെൻസി തലമുറയിൽപ്പെട്ട 43% പേർ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി ആശ്രയിക്കുന്നത് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ്. അവിടെയാണ് പ്രശ്നം. അതെ, ടിക്ടോക്കിലെ മാനസികാരോഗ്യം സംബന്ധിച്ച മികച്ച വീഡിയോകളിൽ പകുതിയിലധികവും തെറ്റായതോ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതോ ആയ വിവരങ്ങൾ അടങ്ങിയതാണെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. കാരണം തെറ്റായ സ്വയം രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഇത് കാരണമായേക്കാം. അതെ, അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാണ്, പക്ഷെ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമ്മുടേതായി മാറുന്നു. അത് സാധാരണക്കാർക്ക് എപ്പോഴും സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു പോസിറ്റീവായ കാര്യം,
മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ടെന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ. അതൊരു നല്ല മാറ്റമാണ്. സഹായം തേടുന്നത് ഒരു കുറച്ചിലായി കാണുന്ന രീതി മാറുന്നുണ്ട്. സാധാരണ ഡോക്ടർമാരെക്കാൾ സൈക്യാട്രിസ്റ്റുകളെയും മറ്റു മാനസികാരോഗ്യ വിദഗ്ധരെയും സമീപിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് ചില കണക്കുകൾ വ്യക്തമാക്കുന്നു. അതൊരു ശുഭസൂചനയാണ്. തീർച്ചയായും. പരിഹാരങ്ങളും വ്യക്തിഗത തലത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മൈൻഡ്ഫുൾനെസ് പ്ലസ് എന്നൊരു പുതിയ സമീപനം രൂപപ്പെടുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് പ്ലസ്. അതെ, ഇത് വെറുതെ കണ്ണടച്ച് ധ്യാനിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പകരം പ്രകൃതിയുമായി ഇടപഴകുക, വ്യായാമം ചെയ്യുക, ചിത്രരചന പോലുള്ള കലകളിൽ ഏർപ്പെടുക. ഓ ശരി. ഇവയുമായി മൈൻഡ്ഫുൾനെസ്സിനെ സംയോപിക്കുന്നു. അതായത് നമ്മുടെ ശ്രദ്ധയെ വർത്തമാന നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഏതു പ്രവൃത്തിയും ഇതിന്റെ ഭാഗമാകാം. അതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച ഹസിൽ കൾച്ചറിനും ഡിജിറ്റൽ ലോകത്തിനും കൃത്യമായ അതിരുകൾ വെക്കുക എന്നതും പ്രധാനമാണല്ലേ? വളരെ പ്രധാനം. ജോലി സമയം കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് ഒരു സമയം നിശ്ചയിക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതെ. ഒരുപക്ഷെ ഇത്രയധികം ഡിജിറ്റൽ ഇടപെടലുകൾ ഉള്ളതുകൊണ്ടാവാം യഥാർത്ഥമായ മുഖാമുഖമുള്ള ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഇന്ന് മനുഷ്യർക്ക് കൂടി വരുന്നത്. ശരിയാണ്. ഒരു സുഹൃത്തുമായി ഒരുമിച്ചിരുന്ന് ഒരു ചായ കുടിക്കുന്നതിന്റെ വില നമ്മൾ വീണ്ടും തിരിച്ചറിയുന്നു. അതെ, ആധികാരികമായ മനുഷ്യബന്ധങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന്. അപ്പോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ആശങ്കയുടെ യുഗത്തിലാണെന്ന് വ്യക്തമാണ്. ഒരു വശത്ത് ജോലിസ്ഥലത്തെ സമ്മർദ്ദമായ ഹസിൽ കൾച്ചർ, മറുവശത്ത് ഡിജിറ്റൽ ഏകാന്തത. നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നത് കാണുമ്പോഴുള്ള സോളാസ്റ്റാൽജിയ പോലുള്ള പുതിയ വികാരങ്ങൾ. ഇതിനിടയിൽ സാങ്കേതിക വിദ്യ ഒരേ സമയം ഒരു സഹായവും അതേസമയം ഒരു വലിയ വെല്ലുവിളിയുമാണോന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു അവസാന ചിന്ത പങ്കുവയ്ക്കട്ടെ. തീർച്ചയായും. ആശങ്കകളെയും അനിശ്ചിതത്വങ്ങളെയും നേരിടാൻ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന ചില പ്രതിരോധ മാർഗങ്ങളുണ്ട്. ചിട്ടയായ ഒരു ജീവിതക്രമം, അതായത് റുട്ടീൻസ്, കുടുംബം പോലുള്ള സാമൂഹിക ഘടനകൾ, വിദഗ്ധരിലുള്ള വിശ്വാസം എന്നിവയൊക്കെ. ശരിയാണ്. എന്നാൽ നിങ്ങൾ അയച്ചൊരു സോഴ്സ് പറയുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇന്ന് ആ പ്രതിരോധ മാർഗങ്ങൾ തന്നെ നമുക്ക് ആശങ്കയുണ്ടാക്കുന്നു. അതെങ്ങനെയാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. മഹാമാരി നമ്മുടെ റുട്ടീനുകളെയും ജീവിതക്രമത്തെയും പൂർണ്ണമായി തകർത്തു. ശരിയാണ്. വിദഗ്ധർ പറയുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസം പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ പോലും പിടിച്ചുലയ്ക്കുന്നു. അതായത് പണ്ട് നമുക്ക് താങ്ങും തണലുമായിരുന്ന പലതും ഇന്ന് അസ്ഥിരമായിരിക്കുന്നു. അതെ, കൃത്യമായി. അത് വളരെ ശരിയാണ്. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മുടെ പഴയ പ്രതിരോധ മാർഗങ്ങൾ ദുർബലമാകുമ്പോൾ പ്രതിരോധ ശേഷി, അതായത് റെസിലിയൻസ് എന്നതിനെ നാം എങ്ങനെ നിർവചിക്കും? നല്ല ചോദ്യം. ഈ പുതിയ അനിശ്ചിതമായ ലോകത്തെ അതിജീവിക്കാൻ നാം ഓരോരുത്തരും എന്ത് പുതിയ ശീലങ്ങളാണ് നമ്മുടെ ബന്ധങ്ങളിലും ചിന്തകളിലും ജീവിത രീതികളിലും പുതുതായി കെട്ടിപ്പടുക്കേണ്ടത്? ഇതൊരു പക്ഷേ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്.